ഗൈസ് ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന്റെ ജേഴ്സി ഇട്ട് കൊണ്ടുള്ള ഇതുപോലത്തെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ച് ഇതുപോലത്തെ കിടിലൻ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാനാകും, അതും ChatGPT ഉപയോഗിച്ചുകൊണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ടല്ലോ, എങ്ങനെ ChatGPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന്റെ ജേഴ്സി ഇട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ കിടിലൻ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാം. അതും ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഒരു വേറെ ഇഷ്യൂ ഇല്ലാതെ വളരെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ ChatGPT ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളിവിടെ കണ്ട പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 4 ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഇത് എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെ വേണം, എന്നാലേ നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ്, അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ഞാൻ ഇത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് ചെയ്ത് അന്നേരം തന്നെ ChatGPTക്ക് അയച്ചു കൊടുക്കരുത്, കാരണം ഫോട്ടോ റെഡി ആക്കിയിട്ടില്ല. ഫോട്ടോ റെഡി ആക്കി കിട്ടും, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ടീം റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോംപ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അർജൻറ്റീന മറ്റേ നമ്മുടെ ടീമിൻ്റെ ഇവിടെ ആണ്. ഇപ്പോൾ ഇവിടെ ബ്രസീൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് അവിടെ ആയത് അർജൻറ്റീന എന്ന് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഫേവറേറ്റ് ടീമായിട്ട് അർജൻറ്റീന ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേ ഇതാണ് അർജൻറ്റീന. ഓക്കെ, നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും പിടിച്ച് ഞെക്കി മാറിപ്പോയാൽ ഗൈസ് നമുക്ക് ചിലപ്പോൾ എറർ മറ്റ് വരും, അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളെ നെറ്റും വേണം. ഓക്കെ, അതും ശ്രദ്ധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, അതിലേക്ക് കുറേ പേർക്ക് എറർ മറ്റ് കാണിക്കണമെന്നുള്ള പ്രോബ്ലം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ നേരെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 പേരെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എൻ്റെ ഫേസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ഗൈസ് 4 ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ അടുത്ത് കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ 4 ബൈക്ക് ചെയ്ത് ഓരോരുത്തരെ കാണാം, നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ കയറൊക്കെ കുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ആണ് ഇത് ഗൈസ്. ഓക്കെ, ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റൊണാൾഡോ, ഓക്കെ റൊണാൾഡോൻ്റെയും ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോംപ്റ്റ് എന്താണെന്ന് പറയണ്ടേ ഗൈസ്. അപ്പോൾ പ്രോംപ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രോംപ്റ്റിൻ്റെ ഇടയിൽ നിങ്ങളുടെ ടീമിൻ്റെ പേര് അവിടെ കൊടുത്തിട്ട് നേരെ അയച്ചു കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ ജേഴ്സി ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേറെ ഒന്നും എഡിറ്റ് ചെയ്യാൻ പോകരുത്, പിന്നെ എറർ മറ്റ് കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എറർ മറ്റ് കാണിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതിപ്പോൾ വേറൊരു വീഡിയോയുടെ പ്രോംപ്റ്റാണ്. ഓക്കെ, മിറർ ക്ലിക്ക് ഫോട്ടോൻ്റെ പ്രോംപ്റ്റാണ് ഇത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവന്നതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മിറർ ക്ലിക്ക് ഫോട്ടോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ചെക്ക് ഔട്ട് നോക്കിയാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ജേഴ്സി കിട്ടിയിട്ടുള്ള നമ്മുടെ സിംഗിളായിട്ടുള്ള ഫോട്ടോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്തേക്കുക. ഓക്കെ, പ്രോംപ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.